ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദൃശ്യം 3യെക്കുറിച്ചാണ്. ദൃശ്യം 3യെക്കുറിച്ച് നമ്മളിപ്പം നമ്മുടെ വലതുവശത്തെ കളനൊക്കെ ജിത്തു ജോസഫിൻ്റെ റിലീസായിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും പ്രതീക്ഷ ദൃശ്യം 3യിൽ അസ്തമിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് വലതുവശത്തെ കളൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ദൃശ്യം 3യിൽ ഇപ്പോഴും നല്ല രീതിയിലുള്ള പ്രതീക്ഷയുണ്ട്. അപ്പം എന്തായിരിക്കും ജിത്തു ജോസഫ് ദൃശ്യം 3യിലൂടെ നമുക്ക് തരാൻ പോകുന്നത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുന്നുണ്ട് ദൃശ്യം 3 എന്ന് പറയുന്നത് 4 വർഷത്തിന് ശേഷം ആ കുടുംബത്തിലുണ്ടാകുന്ന ചേഞ്ച്, അതിനകത്തുണ്ടായിരുന്ന ആ കുടുംബത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ ക്യാരക്ടർ തന്നെ മാറും ചിലപ്പോൾ എന്നൊക്കെ ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് തന്നെ ഒരാൾ ഇവർക്കെതിരാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇളയ കുട്ടി ചിലപ്പം വിദ്യാഭ്യാസമൊക്കെ നേടി വല്ല ജോലിയൊക്കെ നേടിയതിന് ശേഷം ഇവർ തമ്മിൽ എന്തെങ്കിലും മക്കൾ തമ്മിലുള്ള എന്തെങ്കിലും ഈഗോ കോൺഫ്ലിക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതിനു ശേഷം ഈ ഇളയ കുട്ടി ഇവർക്കെതിരെ തിരിയുന്നതും അങ്ങനെയുള്ള ഒരു സ്വന്തം രക്തത്തിനെതിരെ തന്നെ പോരാടേണ്ടി വരുന്നതുമായിട്ടുള്ളൊരു കഥയാണോ ഇവരൊരുക്കി വച്ചിരിക്കുന്നതൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട്. അതിന് ശക്തമായിട്ടുള്ളൊരു ഉറപ്പ് നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ജിത്തു ജോസഫ് തിരക്കഥയിൽ കുറച്ചൊക്കെ ഇമോഷണലായിട്ടുള്ള കുറച്ച് എഫക്റ്റുകൾ അവർ ചേർക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ചിലപ്പോൾ ക്ലൈമാക്സിലായിരിക്കും. പുള്ളിയുടെ ട്വിസ്റ്റൊക്കെ കൊണ്ടുവയ്ക്കുന്നത് പുള്ളി അവസാനമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ വെളിയിൽ വന്നത്, തെളിവുകൾ എങ്ങനെയാണ്, ആരാണ് ശേഖരിച്ചത് എന്നൊക്കെ നമുക്ക് അവസാനം ചിലപ്പോൾ ജിത്തു ജോസഫ് കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ലാലേട്ടൻ്റെ കഥാപാത്രം നമ്മുടെ ഈ തുടരൂ എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലെ ഇതുപോലെ നമ്മുടെ കുടുംബത്തിന് നിയമം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റാത്തവരെ കൈക്കരുത്തുകൊണ്ട് തോൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ വരുണിൻ്റെ റിലേഷനിലുള്ള ആരെങ്കിലും വരികയും അവർ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ലാലേട്ടൻ അതിനെ എതിർക്കുന്നത് കുടുംബത്തെ രക്ഷിക്കുന്നതൊക്കെ ആയിരിക്കും ഇതിവൃത്തമെന്നും കുറച്ച് പേര് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കിയാലും പുള്ളി പറഞ്ഞത് ശരിയാണ്. കാരണം അതുപോലെ പാവത്താനായിരുന്ന ലാലേട്ടൻ്റെ ക്യാരക്ടർ മാറുന്നു. 4 വർഷം കഴിയുമ്പോഴത്തേക്കും ഇനി നമ്മളെ കുടുംബത്തിനെ തകർക്കാൻ വേണ്ടി ഒരു പോലീസുകാർക്കും കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന ജോർജ് കുട്ടിക്ക് ഇനി മേലും കീഴും നോക്കാനില്ല. നമ്മളെ കുടുംബത്തിനെതിരെ വരുന്ന എന്തിനേയും എങ്ങനെയും കൈക്കരുത്തിലാണെങ്കിൽ കൈക്കരുത്ത്, അല്ല നിയമത്തിലൂടെയാണെങ്കിൽ നിയമത്തിലൂടെ എങ്ങനെയും അതിനെ തകർക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാവുകയും പിന്നെ ഒരു മാസ് രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് ഒരു കൂട്ടർ പറയുന്നു. എൻ്റെ അഭിപ്രായത്തിൽ പുള്ളി പറഞ്ഞതുപോലെ ഇതൊരു ഇമോഷണലി പുള്ളി കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇമോഷണൽ ആയിരിക്കും എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. എന്തായാലും അവസാന നിമിഷം നമുക്ക് ട്വിസ്റ്റ് പ്രതീക്ഷിക്കാം. പക്ഷേ ഇനി ഈ വലതുവശത്തെ കള്ളനും ഇതൊക്കെ ആൾക്കാർക്ക് ഇപ്പം ജിത്തു ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വലിയ ട്വിസ്റ്റ് വേണം ആ സിനിമയ്ക്ക്. അല്ലാതെ അവർ തൃപ്തിപ്പെടുന്നില്ലല്ലോ എന്നുള്ളൊരു അവസരമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ വലതുവശത്തെ കള്ളം തന്നെ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സിനിമയാണ്. പക്ഷേ ആൾക്കാർ ജിത്തു ജോസഫിൻ്റെ ഒരു വലിയൊരു ട്വിസ്റ്റ് അവസാനം പ്രതീക്ഷിക്കും, പക്ഷെ അത് കിട്ടില്ല. പക്ഷേ ഇത് വേറൊരാളാണ് ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രതീക്ഷയില്ലാതെ പോയി കണ്ടിട്ട് ഈ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ളൊരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമ നല്ല രീതിയിലുള്ള കളക്ഷൻ കൂടും. ഇപ്പം കളക്ഷൻ ഉണ്ട് ഒരുവിധം, പക്ഷേ നല്ല രീതിയിൽ കളക്ഷൻ കിട്ടേണ്ട ഒരു സിനിമയാണ് ഈ വലതുവശത്തെ കള്ളം. ഫാമിലിയൊക്കെ നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ പോകുന്ന സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നിങ്ങൾ ഈ വലതുവശത്തെ കള്ളം കണ്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. ബാക്കിയുള്ളവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ടപ്പോൾ പിന്നെ ഒരു നിമിഷം പോലും ഈ സിനിമയിൽ നിന്ന് നിങ്ങൾ ചിന്ത വെളിയിലോട്ട് പോകാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങൾ ഫോണിലെ സ്ക്രീനിലോട്ടോ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടോ നമ്മൾ ഒരു മിനിറ്റ് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നമ്മുടെ മനസ്സ് സ്ക്രീനിൽ നിന്നും വെളിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ സിനിമയിലെ മൊത്തം കഥ തന്നെ നമുക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കത് എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള, കാരണം ഓരോരുത്തർക്കും ഓരോ ടെസ്റ്റും പുള്ളി ഓരോ മിനിറ്റ് കഴിയുമ്പോഴും നമുക്ക് ചിലപ്പോൾ ഓരോ ട്വിസ്റ്റ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. ട്വിസ്റ്റാണ്, അല്ലാതെ സസ്പെൻസ് അല്ല. പക്ഷെ അത് നമുക്ക് ചിലപ്പം എങ്ങനെയാണ് പുള്ളി ബിജു മേനോൻ എങ്ങനെയാണ് ഓരോ സാധനത്തിനെയും കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കേസ് നമ്പറും മൊബൈൽ നമ്പറും ഇതുമൊക്കെ ആയിട്ട് എങ്ങനെയാണ് ആ ഒരു കണ്ടുപിടിക്കാനുള്ള ഒരു സംഭവം എങ്ങനെയാണ് പുള്ളി കണക്ട് ചെയ്തെടുക്കുന്നത് എന്നൊക്കെ നമ്മൾ സൂക്ഷിച്ച് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. പുള്ളി ജിത്തു ജോസഫ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇതിൻ്റെ എല്ലാം ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നതാണ് ബിജു മേനോൻ്റെ ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ദൃശ്യം 3യിലും അതുപോലുള്ള ബ്രില്യൻസ്. വേറൊരു കാര്യമുണ്ട്, ഈ കഥയെന്ന് പറയുന്നത് ജിത്തു ജോസഫിൻ്റെ അല്ല, അത് വേറൊരു പുള്ളി എഴുതിയ കഥയാണ്. അപ്പം ജിത്തു ജോസഫ് ദൃശ്യം 3യിൽ കൈവയ്ക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം കഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യം 3യിൽ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ സിനിമ ഈ കഥ ജിത്തു ജോസഫിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ അതിൻ്റെ തിരക്കഥാകൃത്തിന് സാധിച്ചതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇപ്പം നമുക്ക് കാണേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിത്തു ജോസഫിന് ഈ സിനിമ ഈ കഥ തൃപ്തിപ്പെടുത്തിയെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ളൊരു കഥയായിരിക്കുമോ എന്ന് നമ്മൾ ദൃശ്യം 3 ഒരിക്കലും നമ്മൾ വിലയിരുത്താൻ പാടില്ല. കാരണം ദൃശ്യം 3യിൽ കൈവയ്ക്കുമ്പം നല്ല രീതിയിലുള്ളൊരു ട്വിസ്റ്റും സസ്പെൻസും ക്ലൈമാക്സും ഒന്നും ഇല്ലാതെ ജിത്തു ജോസഫ് കൈവയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്കിപ്പം ദൃശ്യം 3യിൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ, അല്ലെങ്കിൽ ഈ ജിത്തു ജോസഫിൻ്റെ ഈ ഇടയ്ക്ക് വന്ന സിനിമകളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ ദൃശ്യം 3യിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.